ഗായ്സ്, അപ്പം നമ്മൾ ഫോച്ചിൽ പോവാണ്. ബോണഫയറിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവാണ്. ടീച്ചറും വിടാ ടീച്ചർ അവരുണ്ടെന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പം ഞാൻ അങ്ങനെ പൊക്കോണ്ടിരിക്കാണ്. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഞങ്ങൾക്ക് മിന്നുന്റെ സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നേ. ട്രിപ്പ് വേറെ എവിടേക്കും അല്ല കേട്ടോ, ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂവിന്റെ അക്കാദമിയിലേക്കാണ്. അത് നമ്മുടെ ഇവിടെ വ്യൂ തന്നെയാണ്. സാധാരണ അതിൽ ഞാൻ ലേറ്റ് ആവാറാണ് പതിവ്, പക്ഷേ ഇന്നലെ സ്മിത മാമ എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു ലേറ്റ് ആവരുത് അശ്വതി, നേരത്തെ എത്തണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ എത്തി. മാമയും അമ്മമ്മയും അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പരിപാടി തുടങ്ങിയിട്ട് അവിടെ. പിന്നിനെ പോലെ തന്നെ ഞാനും ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു പരിപാടി കാണുന്നത്. അത് കാരണം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പരിപാടി തുടങ്ങുമ്പോഴത്തേക്കും നല്ല മഴയായി. പിന്നെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങും പരേഡും എല്ലാം മഴയിലായി. ആ ഒരു 1.5 മണിക്കൂർ ഫുൾ മഴയെ തന്നെ ആയിരുന്നു. എന്തായാലും സമ്മതിക്കാതിരിക്കാൻ വയ്യ കേട്ടോ. ഇത്രയും മഴയത്ത് അവർ അതിൻ്റെ ഒരു ഡെഡിക്കേഷൻ അതൊരു വേറെ തന്നെ ഒരു ഇതായിരുന്നു. നമുക്ക് കണ്ടിരിക്കണം, നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു കേട്ടോ. അവിടെ വന്ന പാരന്റ്സിനും ചെറിയ മക്കൾക്കും ഒക്കെ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തന്നെ എനിക്ക് തോന്നുന്നു. എനിക്ക് പേഴ്സണലി എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി കാണുന്നത് തന്നെ. ഇങ്ങനെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത നമ്മുടെ ടീച്ചേഴ്സിന് വേണം ഒരു ബിഗ് താങ്ക്സ് പറയാൻ. അപ്പോഴേക്കും നമ്മുടെ അമ്മമ്മ അവിടെ കയറി സ്കോർ ചെയ്തു കേട്ടോ. അമ്മമ്മ അവിടെ ഓൾ ഇൻ ഓൾ ആയിട്ട് ഓടി നടന്നു. പരേഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഫയർഫോഴ്സിന്റെ ടീം നമുക്ക് കുറച്ച് ഡെമോ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്വന്തം ബോണഫയറിന്റെ കുട്ടിപ്പെട്ട ആളുകൾ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫയർഫോഴ്സ് ടീമിന് വേണ്ടിയിട്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാർമാരും വളരെയധികം കോപ്പറേറ്റീവ് ആയിരുന്നു. പിന്നെ ഓരോരുത്തരും അവിടെ നിന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു സാർമാരുടെ കൂടെ. പിന്നെ കഴിച്ച് ഇതാണ് നമ്മുടെ കയന മാമും സ്മിത മാമും കേട്ടോ. നമ്മുടെ ബോണഫയറിന്റെ 2 സെന്ററിന്റെയും ഇൻചാർജ് ആണ് കേട്ടോ. ഇവര് രണ്ടാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ബോണഫൈഡ് എന്നുള്ളത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവര് രണ്ടുപേരുടെയും ആ ഒരു ഫുൾ എഫേർട്ട് കൊണ്ടാണ് ബോണഫൈഡ് ഇത്രയും നന്നായിട്ട് പോകുന്നത് എന്നുള്ളത്. ഞാനിവിടെ തൃശ്ശൂർ വന്ന സമയത്ത് കുറെ പ്ലേ സ്കൂൾ മിന്നിനെ വിടാനായിട്ട് തപ്പി നടന്നിട്ടുണ്ട്. ഫൈനലിയാണ് ഞാൻ ബോണഫൈഡിൽ വരുന്നത്. അവിടെ കുട്ടികളെ ഈച്ച് ആൻഡ് എവറി കുട്ടികളെ നല്ല രീതിക്കാണ് ശ്രദ്ധിക്കുന്നത്. മിന്നുന്റെ കൃഷ്ണ ടീച്ചർ ആയാലും ജയചേച്ചി ആയാലും അനില ചേച്ചി ആയാലും ഒക്കെ അപ്പൂനായാലും മിന്നുനായാലും ഒരുപാട് നന്നായിട്ടാണ് നോക്കുന്നത്. വൺസ് അഗൈൻ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് ബോണഫൈഡ് ടീമിനോട്. അവിടെ വന്ന ഈച്ച് ആൻഡ് എവറി വൺന്റെ ഡേ, ഇൻഡിപെൻഡൻസ് ഡേ ഒരു സ്പെഷ്യൽ ആൻഡ് അൺഫോർഗറ്റബിൾ ആക്കി തന്നതിന്. അപ്പൊ ശരി, എന്നാൽ നാളെ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.